ഇടുക്കി മൂന്നാർ ടൗണിലെ വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘങ്ങളെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം. ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. മൂന്നാർ ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടുള്ള സാഹചര്യത്തിലാണ് വിഷയത്തിൽ വ്യാപാരികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. ആറ്റുപുറമ്പോക്കിൽ പ്രവർത്തിക്കുന്നെന്ന് ആരോപിച്ച് വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മൂന്നാറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കച്ചവടക്കാരെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. വ്യാപാരികൾ ഏത് വ്യാപാരികളായാലും നമുക്ക് കൊള്ളാം, വലിയ വ്യാപാരികളായാലും കൊള്ളാം, ചെറുകിട കച്ചവടക്കാരായാലും കൊള്ളാം. എല്ലാവരും മൂന്നാറിന്റെ ജനങ്ങളെ വിശ്വസിച്ച് അവിടെ അതിൽ നിന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാരികളെ തമ്മിലടിക്കാൻ ഞങ്ങൾ ആരും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അത് ശക്തമായി ഞങ്ങൾ എതിരുണ്ടാകും. ഈ കോടതി ഉത്തരവ് അനുസരിച്ച് എന്താണ് നീതി ന്യായം എന്നുള്ളത് വിളിച്ചിരുത്തി സംസാരിച്ച് തീർക്കണമല്ലാതെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ പേരല്ല നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരെ ഊത്തിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഒരു നൂറ്റാണ്ടിലധികമായി സ്വകാര്യ കമ്പനിയിൽ നിന്നും ലഭിച്ച സ്ഥലത്ത് കടകൾ നിർമ്മിച്ച് വ്യാപാരം നടത്തിവരുന്ന 44 വ്യാപാരികൾക്കാണ് ഇപ്പോൾ ആറ്റുപുറമ്പോക്ക് എന്ന പേരിൽ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലുള്ള കോടതി വിധി വളച്ചൊടിച്ചാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്വകാര്യ കമ്പനിയിൽ നിന്നും ആധാരം ചെയ്തു വാങ്ങിയ ഭൂമിയിൽ നിർമ്മിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വ്യാപാരികളുടെയും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളി കുടുംബങ്ങളെയും വഴിയാധാരമാക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കളായ AK മണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് C നെൽസൺ എന്നിവർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.